കുട്ടി അമ്പലവാസി കുട്ടിയാണെന്ന് ആരെങ്കിലും എന്നോട് വെച്ചാൽ ഞാൻ കണ്ണുമുട്ടി പറയട്ടെ, ഞാൻ അമ്പലവാസി കുട്ടിയാണ്. എനിക്ക് അമ്പലം ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. കാരണം വെച്ചാൽ അമ്പലത്തിലെ തണുപ്പ്, അമ്പലത്തിലെ സമാധാനം, എനിക്ക് ഭയങ്കര ഫ്രഷ്നെസ് ആണ് അമ്പലത്തിൽ പോയിട്ട്. കാരണം വെച്ചാൽ ഞാൻ ഒരു 100,000 പ്രശ്നങ്ങളുമായിട്ടായിരിക്കും അമ്പലത്തിൽ പോകുന്നത്. ദൈവങ്ങളോടെല്ലാം പറഞ്ഞിട്ട് പിന്നെ വീണ്ടും ഒരു റീസൈക്കിൾ പോലെ, ഒരു റിഫ്രഷ്മെന്റ് പോലെ ഞാൻ വീണ്ടും തിരിച്ചൊന്നേന്ന് പറഞ്ഞ് തുടങ്ങും. അപ്പൊ ഞാൻ ഇന്ന് പോയേക്കുന്ന വെച്ചാൽ നമ്മുടെ പുനലൂരുള്ള ഭരണിക്ക അമ്പലത്തിൽ ഉത്സവം കേട്ടോ. അങ്ങനെ അവിടെ അന്ന് തൊഴാന്ന് വെച്ച് പോയി. ഇന്ന് നമുക്ക് ലീവായിരുന്നു. പിന്നെ അവിടെ പോയപ്പോഴാണ് നല്ല കുറെ കാഴ്ചകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പ്രസാദമൊക്കെ വാങ്ങിച്ചു വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ ഗണപതി ഹോമം തന്നായിരുന്നു കേട്ടോ, അതും വാങ്ങിച്ചു. പിന്നെ അങ്ങനെ നടന്നു നിന്നപ്പോഴാണ് കുറെ ആന്റിമാർ ഇവിടെ ഇങ്ങനെ പൊങ്കാല ഇടുന്നുണ്ട് കേട്ടോ. പൊങ്കാല എന്തൊക്കെയോ പൊങ്കാല ഇടുന്നുണ്ട്, നേർച്ചയായിരിക്കും. ഇതാണ് നമ്മുടെ മെയിൻ ആള് ഉമാദേവി. അപ്പോൾ അവളുടെ ഫോട്ടോ ഒക്കെ എടുത്തോണ്ട് ഓളിങ്ങനെ നോക്കിയപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടി പിന്നെ തുമ്പിക്കൊക്കെ വെച്ച് ഇങ്ങനെ സൈനൊക്കെ തന്നു. ഭയങ്കര സന്തോഷമായി, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ ഇങ്ങനെ കാലും കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വന്നപ്പോൾ വരുന്ന വഴിക്കാണ് 2 പ്രാവുകളൊക്കെ ഉണ്ടായിരുന്നു. അത് എന്തൊക്കെയോ നിമിത്തമൊക്കെ പോലെ. പിന്നെ അവിടെ പാട്ട് കച്ചേരി ഉണ്ടായിരുന്നു. അങ്ങനെ തിരിച്ചു ഇറങ്ങി വഴിക്കാണ് ഈ കൊന്ന ഇങ്ങനെ പൂത്തിരിക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു. ഈ മഞ്ഞക്കൊക്കെ ഇത്രയും ഭംഗിയുള്ളെന്ന് ഈ കൊന്നയൊക്കെ കാണുമ്പോഴായിട്ട് തോന്നുന്നത്. പിന്നെ അത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് വെച്ചാൽ പുനലൂർ തന്നെയുള്ള കൃഷ്ണൻകോവിലാണ്. അപ്പൊ ഞാനും അപ്പയും അമ്മയും അമ്മൂമ്മയും എല്ലാവരും ഉണ്ട്. അങ്ങനെ അവിടെ പെട്ടെന്ന് ചടപടേന്ന് തൊഴിൽ ഇറങ്ങിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്കിനി നമ്മുടെ കുടുംബ അമ്പലത്തിൽ പോകണം കേട്ടോ. എന്ന് വെച്ചാൽ നമ്മുടെ കരവാളൂരുള്ള വീട്ടിന്റെ അടുത്തുള്ള അമ്പലം. അപ്പൊ അതിനും കൂടെ പോയാലേ നമുക്ക് സെറ്റ് ആവും. അപ്പൊ നമ്മളെല്ലാരും വീണ്ടും യാത്ര തുടങ്ങി. പുല്ലൂന്ന് കരവാള് വരെ പോകണം. അപ്പൊ അവിടെ ചെന്നിട്ട് ഇടയ്ക്ക് വെച്ച് നമ്മളൊരു ചായ കുടിക്കാൻ കയറി. രാവിലെ തൊട്ടൊന്നും കഴിച്ചു നല്ല വിശപ്പായി തുടങ്ങി. പിന്നെ അമ്പലത്തിലോട്ട് നേരെ വിട്ടടിച്ചു പോയി. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തി. അമ്പലത്തിൽ ഇന്ന് ഭയങ്കര സംഭവമായിരുന്നു കേട്ടോ. പ്രതിഷ്ഠയൊക്കെ വെക്കുന്ന ചടങ്ങായിരുന്നു. അങ്ങനെ അവിടെ കുറെ നേരം നിന്ന് അമ്പലത്തില് എണ്ണയും തിരിയും വാങ്ങിച്ചു. പിന്നെ ഈ കടല ഞാൻ വാങ്ങും കേട്ടോ. ഞാൻ എന്ന് വന്നാലും മീനുകൾക്ക് കൊടുക്കാൻ വേണ്ടി കടല വാങ്ങണം. അപ്പൊ നമ്മള് കാലും കഴിയൊക്കെ ശുദ്ധിയാക്കിയിട്ട് നമ്മള് ചെന്നു തൊഴുതു. എന്നിട്ട് ഈ കടല കിളികൾക്കും മീനുകൾക്കൊക്കെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഉച്ചയ്ക്കാണ് നമ്മൾ അമ്പലത്തിൽ ചോറുണ്ണാൻ പോയത്. അമ്പലത്തിൽ ചോറുണ്ണാൻ പോയപ്പോ അവിടുത്തെ ആളാണ് ഗൈസ് ഈ കാണുന്നത്. നോക്കിയപ്പോ എന്താ അമ്മൂമ്മയും അമ്മയൊക്കെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് മാത്രം ക്യൂ നിൽക്കണം. അവരൊന്നും വാങ്ങിച്ചു തന്നില്ല. അപ്പൊ പിന്നെ ഞങ്ങൾ അങ്ങനെ ചോറ് വാങ്ങിച്ചു. വളരെ സന്തോഷം, വയറ് നിറച്ച് കഴിച്ചു അമ്മയുടെ ചോറ്. അതായത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ ഇന്നത്തെ വ്ലോഗ് ഇത്ര ഉള്ളു ഗൈസ്. എല്ലാവർക്കും ബൈ.